ഇന്ന് നമ്മളിവിടെ വിശദീകരിക്കാൻ പോകുന്നത് ജ്യോതിഷത്തിൽ ഗ്രഹങ്ങൾ സൂചിപ്പിക്കുന്ന രോഗങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇവിടെ വിശദീകരിക്കുന്നത്. ജാതകത്തിൽ ഗ്രഹനിലയിലെ ഗ്രഹങ്ങൾ രാശികളുമായും ഭാവങ്ങളുമായും നക്ഷത്രങ്ങളുമായും ബന്ധപ്പെട്ട് അവയുടെ ദശാപഹാരങ്ങളിൽ ജാതകന് രോഗങ്ങളുടെ സൂചന നൽകുന്നു. ജാതകത്തിൽ ഗ്രഹങ്ങൾ ദുസ്ഥാനത്തായാൽ, അനുകൂലമല്ലാതിരുന്നാൽ, ബലക്ഷയമുണ്ടായാൽ, ദുർബലനായാലാണ് ഈ ഗ്രഹങ്ങൾ രോഗങ്ങൾ ഉണ്ടാക്കുന്നത്. ആദ്യമായി രവി അല്ലെങ്കിൽ ആദിത്യൻ എന്തെല്ലാം രോഗസൂചനകൾ തരുമെന്ന് നമുക്ക് നോക്കാം. ചിത്തരോഗങ്ങൾ, ഹൃദയരോഗങ്ങൾ, അതുപോലെ അസ്ഥിരോഗങ്ങൾ, പനി, ശരീരപീഡ, പൊള്ളൽ, നീര്, നേത്രരോഗങ്ങൾ, കരൾ രോഗങ്ങൾ, അതുപോലെ രക്തസഞ്ചാര രോഗങ്ങൾ തുടങ്ങിയവയാണ് നൽകുന്നത്. ചന്ദ്രനാണെങ്കിലോ കഫരോഗങ്ങൾ, വാതരോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ, ശീതജ്വരം, ജലജന്യ രോഗങ്ങൾ, ആർത്തവ രോഗങ്ങൾ, ഛർദി, അതിസാരം, മനോരോഗങ്ങൾ, മനസ്സ്, അന്നനാളം, രക്തക്കുഴലുകൾ തുടങ്ങിയ ശരീരഭാഗങ്ങളിൽ രോഗങ്ങൾ ഉണ്ടാക്കും. ചൊവ്വ അല്ലെങ്കിൽ കുജൻ ആണെങ്കിൽ രക്തം, അസ്ഥി, മജ്ജ, കഴുത്ത്, അതുപോലെ തന്നെ ജനനേന്ദ്രിയങ്ങൾ, ആർത്തവം, സന്താനോൽപാദന ശേഷി, പിത്തരോഗങ്ങൾ, അപകട മരണങ്ങൾ, മുറിവുകൾ, തീപ്പൊള്ളൽ, രക്തസമ്മർദ്ദം, ഗർഭസ്രാവം, സ്ത്രീ ജനനേന്ദ്രിയ രോഗങ്ങൾ തുടങ്ങിയവയാണ് ചൊവ്വ ദുർബലനായാൽ വരുന്ന രോഗങ്ങൾ. ബുധൻ ആണെങ്കിൽ മാനസിക വിഭ്രാന്തി, വാതപിത്ത കഫരോഗങ്ങൾ, സംഭാഷണ വൈകല്യം, വിക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ഒരു വൈകി സംസാരം ഉണ്ടാവുക, 8, 9, 10 വയസ്സൊക്കെ ആയിക്കൊണ്ട് സംസാരിച്ചു തുടങ്ങുള്ളൂ, ഇങ്ങനെയൊക്കെ വരിക. നപുംസകത്വം, നെഞ്ച്, നാഡി, തല, അന്നനാളം ഇവിടെയൊക്കെ ഉള്ള രോഗങ്ങൾ ഉണ്ടാക്കും. വ്യാഴം അല്ലെങ്കിൽ ഗുരു ആണെങ്കിൽ കരൾ രോഗങ്ങൾ, പൊണ്ണത്തടി, കൊഴുപ്പ്, നീര്, മന്ത്, പ്രമേഹം, അതുപോലെ തന്നെ കഫരോഗം, ഓർമ്മക്കുറവ്, തുടകൾ, കരൾ, പ്ലീഹ, ചെവി, നാക്ക്. വ്യാഴം ബലവാനായ ജാതകന് പൊതുവെ രോഗങ്ങൾ വരാനുള്ള സാധ്യതകൾ വളരെ കുറയും, ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം. ശുക്രൻ ദുർബലനായാൽ വാത കഫരോഗങ്ങൾ, നേത്രരോഗങ്ങൾ, മൂത്രതടസ്സം, യോനീരോഗങ്ങൾ, ശുക്ലഗ്രന്ഥി, അനാസക്തി, അമിതഭോഗം, സ്വവർഗഭോഗം, സ്ഖലനങ്ങൾ, രതിവൈകൃതങ്ങൾ, ലിംഗം, യോനി, ഗർഭാശയം, ശുക്ലം, ഓവറി എന്നിവ കുഴപ്പമുണ്ടാക്കും. ശുക്രൻ ദൗർബല്യം കൂടുന്നതനുസരിച്ച് രോഗത്തിന് തീവ്രത കൂടും. ശനിയാണെങ്കിൽ വായുക്ഷോഭം, വാദം, പാദങ്ങൾ, എല്ല്, മാംസപേശികൾ, സ്നായുക്കൾ, തലമുടി, നാഡികൾ, വൻകുടൽ, ഗുദം. പ്രകൃതിയിലെ എല്ലാ ദുഃഖങ്ങളുടെയും കാലതാമസത്തിന്റെയും പ്രതീകമാണ് ശനി. രാഹു ആണെങ്കിൽ ദുർബലനായ വിഷഭയം, ദുഷ്ടബുദ്ധി, ജന്തുഭയം, അപസ്മാരം, വസൂരി, ക്യാൻസർ, ഉന്മാദം, അകാരണ ഭയം, അർശസ്, മാറാരോഗങ്ങൾ, മാറാവ്രണങ്ങൾ, പാദരോഗങ്ങൾ, ശുക്ലദോഷം, സന്താനമില്ലായ്മ, മാനസിക വിഭ്രാന്തി. രാഹുകൃത രോഗങ്ങൾക്ക് ദീർഘകാല ചികിത്സ വേണ്ടിവരും, രാഹുവിന്റെ ഇതുകൊണ്ട് ഉണ്ടാവുന്ന രോഗങ്ങൾ. ഇനി കേതുവിനാണെങ്കിൽ രാഹു നൽകുന്ന മിക്ക രോഗങ്ങളും കേതുവും നൽകും. കാരണം കണ്ടുപിടിക്കാൻ പറ്റാത്ത രോഗങ്ങൾ, പകർച്ചവ്യാധികൾ, ത്വക്കു രോഗങ്ങൾ, ശസ്ത്രക്രിയകൾ, ഓർമ്മ നഷ്ടം, അൽഷിമേഴ്സ് എന്ന് പറയുന്ന രോഗമൊക്കെ വരുന്നത്. ജാതകത്തിൽ ചന്ദ്രൻ, ശുക്രൻ, ശനി എന്നീ ഗ്രഹങ്ങളുമായി കേതു യോഗം ചെയ്താൽ ആരോഗ്യത്തിന് നല്ലതല്ല. സൂര്യൻ ചൈതന്യ ശക്തി തരുമ്പോൾ
ചന്ദ്രൻ അതിനെ ശരീരത്തിൽ വ്യാപിപ്പിക്കുന്നു. ചൊവ്വ ആഗ്നേയഗ്രഹമാണ്. ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങളെ അവ പുറന്തള്ളുന്നു. ശനി അവയെ തടഞ്ഞു നിർത്തി രോഗങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ശനിയും ചൊവ്വയും ജാതകത്തിൽ യോഗം ചെയ്താൽ മാലിന്യങ്ങൾ ശരീരത്തിൽ അടിഞ്ഞുകൂടും. അങ്ങനെയും രോഗങ്ങൾ ഉണ്ടാവും. ചൊവ്വ ബലവാനായാൽ ആരോഗ്യം പുഷ്ടിപ്പെടും. ശനി ഉണ്ടാക്കുന്ന രോഗങ്ങൾക്ക് ആയുർവേദത്തിൽ ആവരണ രോഗങ്ങൾ എന്ന് പറയുന്നു. ഇതൊക്കെയാണ് പൊതുവെ ഈ ഗ്രഹങ്ങൾ നമുക്ക് ദുർബലനായി കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന രോഗങ്ങൾ. അപ്പോൾ ജ്യോതിഷ സംബന്ധമായ എല്ലാ സംശയങ്ങൾക്കും ഉപദേശങ്ങൾക്കും പ്രതിവിധികൾക്കും ദുരിത പരിഹാരങ്ങൾക്കും ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടാവുന്ന. ഞങ്ങളുടെ ഈ ചാനൽ മുഴുവനായി കാണാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങൾ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നമസ്തേ.